എന്തൊരു ശബ്ദം കേട്ടില്ലേ? ആ കേട്ടു. അതവരുടെ ക്യാബിനിന്നല്ലേ കേൾക്കുന്നേ? ആ, എന്തോ വഴക്ക് പോലെയല്ലേ തോന്നിയേ? ശേ, അങ്ങനെയാണെങ്കിൽ അത് അവരാവാൻ ഒരു സാധ്യതയില്ല. നമ്മളവരുടെ കൂടെ കൂടിയിട്ട് ഇത്ര കാലമായില്ലേ, ഇതുവരെ ഇങ്ങനെ ഒരു വഴക്ക് കേട്ടിട്ടില്ലല്ലോ. ശരിയാ. പിന്നെ ഇത് എവിടെ നിന്നായിരിക്കും? ക്യാബിനിൽ തന്നെ കേൾക്കുന്നേ. നമുക്കത് പോയി നോക്കിയാലോ? ഓ, അപ്പൊ നീ എന്റെ അടുത്ത് പ്രതികാരം ചെയ്തതാണല്ലേ? അതെ, പ്രതികാരം ചെയ്തത് തന്നെയാണ്. നീ എന്റെ അടുത്ത് ഇനി എങ്ങനെയൊക്കെ കാണിക്കോ അതേപോലെ തന്നെ ഞാൻ തിരിച്ചു കാണിക്കും. നീ കാണില്ല, നീ കാണില്ല. എടാ, നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചടാ. ചീപ്പ്. അയ്യോ, നീയും ഇത്രക്കാരനാണെന്ന് ഞാനും വിചാരിച്ചില്ലടാ. ബ്ലഡി ചീപ്പ്. എന്നാ നീ ഇങ്ങനെയൊക്കെ എന്റെ അടുത്ത് കാണിച്ചാ ഞാൻ അങ്ങനെയൊക്കെ നിന്റെ അടുത്ത് കാണിക്കും. നീ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചാ ഞാൻ തിരിച്ച് അങ്ങനെയൊക്കെ തന്നെ കാണിക്കോടാ. ഇവന്മാരങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കാണിച്ചു നീ പറയണേ? മനസ്സിലാവുന്നില്ല. നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കേൾക്കണം. എനിക്ക് ഏത് നേരത്ത് തോന്നിയെന്തോ ഈ നശിച്ച സ്വഭാവം കാരണം തന്നെ കഴിഞ്ഞ 7 കമ്പനി കൂട്ടി വീട്ടിൽ ഇരുന്നത്. എന്റെ തലയെ കൊണ്ടിടാനുള്ള പ്ലാൻ ആണല്ലേ? എടാ, നിന്റെ സ്വഭാവം കാരണമാണ് നമ്മളെ കമ്പനി എല്ലാം പൊട്ടിയത്. ഉടനെ എന്റെ പേരെടുത്ത് അങ്ങ് വലിച്ചെടുത്ത് ഉണ്ടാക്കേണ്ടത്. നീ എന്റെ പേര് ഉണ്ടാക്കുമെങ്കിൽ ഞാൻ നിന്റെ പേര് ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. ഇതേ വൃത്തിയായിട്ട സ്വഭാവം ഞാൻ പണ്ടുതൊട്ടേ കാണുന്നതാ. കാര്യങ്ങള് കൈവിട്ട് പോകാനുള്ള മീനു നമ്മളിപ്പോ ഇടപെട്ടില്ലെങ്കിൽ നന്നായിട്ട് പണി കിട്ടും. യേശുക്രിസ്തു എന്താ പറഞ്ഞേ? പുള്ളിക്കാരൻ എന്ത് പറഞ്ഞാലും നല്ലല്ലേ പറയൂ. അങ്ങോട്ട് രണ്ടും പെണ്ണെ കിണ്ടിക്കളയും ഞാൻ വിടാൻ. നീ എന്നെ വിടല്ലേ രശ്മാ? വിട്ടാ ഞാൻ അവനെ വല്ലതും ചെയ്തു പോകും. സ്ത്രീലമ്പടൻ ഒരു പെണ്ണ് പിടിച്ചപ്പോ കണ്ട. എടാ, നീ പിന്നെ വലിയ മാന്യനാടാ നീ. അല്ല, നീയൊക്കെ രണ്ടും എന്തിനും ഇങ്ങോട്ട് വന്നേ? 100 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടാ ഈ ക്യാബിനിൽ കയറി വരുമ്പോ പെർമിഷൻ വാങ്ങണമെന്ന്. ഇനി എല്ലാം കൂടെ രണ്ടും ഞങ്ങളുടെ തലവട്ടം കയറിക്കോ. ഇനി ഇവിടെ കിടന്ന് ചാവട്ടെന്ന് വിചാരിച്ച് ഇടപെട്ടപ്പോ എല്ലാം കൂടെ തുടങ്ങിയേക്കുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി നടക്കുന്ന ചത്തോട്ടെ നേരത്തെ എന്താ? അങ്ങനെ ചാവേണ്ടവരാണെങ്കിൽ ഇവിടെ കിടന്ന് ചാവും. അങ്ങനെ ചത്താൽ നീയൊക്കെ രണ്ടും ഇടപെടണ്ട. ഇടപെടുന്നത് നിങ്ങൾക്ക് പറയാം. പോലീസ് സ്റ്റേഷൻ, കോടതി ഇവിടെയൊക്കെ കയറിയാക്കി നടക്കണം. ഞങ്ങളായിരിക്കും അവസാനം സാക്ഷി പറയാം. മനസ്സിലായോ? ഇനി അത് മാത്രല്ല, നിങ്ങളുടെ രണ്ടിന്റെ സ്വഭാവം അറിയാൻ നാട്ടുകാർ നിങ്ങൾ ഉറക്കാൻ തമ്മിൽ തല്ലി ചത്താലും അത് ഞങ്ങൾ എന്താന്നേ പറയുള്ളൂ. ആ റിസ്ക് തന്നെ കേട്ടില്ലേ? ശരി, ഇവിടെ കിടന്ന് തമ്മിൽ തമ്മിൽ ചത്താലല്ലേ കുഴപ്പമുള്ളൂ. പുറത്തു പോയാൽ കുഴപ്പമില്ലല്ലോ. നീ പുറത്തു വാടാ ടോണി പ്ലാക്കാങ്കുഴി. ഇന്ന് നിന്നെ ഞാൻ മന്തിയാക്കും. കാണാടാ കാണാം. നിങ്ങൾ രണ്ടുപേരും എന്നെ പിടിച്ച് എന്റെ രൗദ്രഭാവം കുറയ്ക്കരുത്. ഞാൻ വരണോ? ഏത് കാലം പിടിച്ച നേരത്തോടെ ഓഫീസിലേക്ക് വന്ന് കയറാൻ തോന്നിയത്. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടെണ്ണം കൂടി തമ്മിൽ തല്ലി ചാവാതെ നോക്കാന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വാ. എന്നാലും രണ്ടെണ്ണം കൂടെ എവിടെ പോയതായിരിക്കും? ഇനിയിപ്പോ നമ്മുടെ അടുത്ത് പറഞ്ഞ പോലെ പുറത്തു പോയി തല്ലൂടാൻ വല്ലതും പോയതായിരിക്കുമോ? അതിനുള്ള ചാൻസ് ഇല്ല. ഇവിടെ കിടന്ന് നമ്മളോട് ഡയലോഗ് അടിക്കുന്നല്ലാതെ പുറത്ത് പോയി പബ്ലിക്കായിട്ടൊന്നും ഇവന്മാർ തല്ലുകൂടില്ല. കാരണം ഇവന്മാരുടെ അപ്പന്മാരെല്ലാം ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാം. ഇവന്മാർ ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നെങ്കിൽ നാട്ടിലിറങ്ങി കഴിഞ്ഞാൽ ഇവന്മാരുടെ പണിക്കുറ്റി തീരൂലേ? അതെ, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് കിടന്ന് എന്ത് കാണിച്ചാലും പിന്നെ പുറത്താരും അറിയത്തില്ല. എന്നാലും എന്റെ സംശയം അതൊന്നുമല്ല. ഇവന്മാരെന്തിനായിരിക്കും തല്ലുകൂടിയത്? അയ്യോ, അത് ശരിയാണല്ലോ. ഇവന്മാര് തമ്മിൽ എന്താ ശരിക്കുള്ള പ്രശ്നം? നമ്മളാണെങ്കിൽ അത് ചോദിച്ചില്ല അല്ലേ? ഇനിയിപ്പോ ആരോട് ചോദിക്കും? അതെ, പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ചായപ്പൊടി തീർന്നു, പഞ്ചസാര തീർന്നു, സ്നാക്സും തീർന്നു പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കാം. 2 മാസമുള്ള സാധനം മേടിച്ചു. ലാസറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇനി എന്തെങ്കിലും മേടിക്കാനാണെങ്കിൽ സത്യമായിട്ട് ഞാൻ പോകത്തില്ലേ? ഞാൻ കടയിൽ പോകണതിന് മുമ്പ് 100 പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരോടും ചോദിച്ചു എന്തെങ്കിലും മേടിക്കണോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും തന്നെ പറഞ്ഞേ ഒന്നും മേടിക്കണ്ടെന്നല്ല. ഇനി ഞാൻ പോകത്തില്ല. വേറൊരു കാര്യം ചോദിക്കട്ടെ? അതെ, നമ്മുടെ ജോമിയും ടോമിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് ലാസറിനറിയാം? അവന്മാർക്ക് ജീവിതത്തിൽ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അതിലേത് പ്രശ്നം ഉദ്ദേശിച്ചേ? അതല്ല, തല്ലുകൂടാന്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടെന്ന് ലാസറിന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാ പോരട്ടെ. ഒന്നും നമുക്ക് ഓർമ്മയിലേക്ക് വരണില്ല. എന്താ? അല്ല, വേറൊന്നുമല്ല. നമ്മളെ ജോമിയും ടോമിയും കിടന്ന് നേരത്തെ ഇവിടെ ഭയങ്കര വഴക്കായിരുന്നു. മുട്ട വഴക്ക്. അവസാനം അടി കൂട്ടുമെന്ന സമയമായപ്പോ ഞങ്ങൾ രണ്ടുപേരും കയറി മാറ്റിവിട്ടത് രണ്ടിനെയും. അതെല്ലേ? എന്നാലെന്ത് വൃത്തികെട്ട വഴക്കായിരുന്നല്ലേ? ആരോട് ചോദിക്കും? എനിക്കറിയാൻ പാടില്ല. എന്റെ സംശയം അതല്ല, ഇവന്മാര് ലാസർ ആരെയെ വിളിക്കണേ? ഞാനേ
നാട്ടിലേക്കൊന്ന് വിളിക്കട്ടെ. ഇവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാലേ അപ്പൊ തന്നെ മുതലാളിമാരെ വിളിക്കണം എന്റെ അടുത്ത് പറഞ്ഞേക്കണേ. കാണിച്ചു തരാം. നിങ്ങൾ എന്ത് കാണിക്കണ രണ്ടുപേരും? ലാസ്റ്ററെ പ്രശ്നം നീ കൂടുതൽ വഷളാക്കാൻ നിൽക്കരുത്. ആദ്യം അവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്നിട്ട് നമുക്കത് പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ പറഞ്ഞ പോലെ നാട്ടിൽ വിളിച്ചു പറഞ്ഞോ. അതെ, മുതലാളിമാരുടെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, അത് വൃത്തിയായിട്ട് ചെയ്തില്ലെങ്കിൽ ലാസറിന് ഉറക്കം വരത്തില്ല, അറിയോ? എന്റെ പൊന്ന് ലാസറേ, മുതലാളിമാർ ലാസറിന് എന്തിനാ ഇങ്ങോട്ടേക്ക് വിട്ടേക്കുന്നേ? ഇവിടെ ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നടന്നു പോകുന്നതെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയല്ലേ? അതെ, അതിന് ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ലാസർ മുതലാളിമാരെ വിളിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവരെന്ത് കരുതും ലാസറിനെ കുറിച്ച്? ലാസറിന് ഇവിടുത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിവില്ല എന്ന് കരുതും. പിന്നല്ലേ, അതുകൊണ്ട് ലാസർ ആദ്യം ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. അതായത് ഇപ്പം അവർ രണ്ടുപേരും തമ്മിലുള്ള വിഷയം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്നിട്ട് നമുക്കതൊന്ന് പരിഹരിക്കാൻ ശ്രമിച്ചു നോക്കാം. എന്നിട്ട് നടന്നില്ല, നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്ന് മനസ്സിലാവുകയാണെങ്കിൽ മാത്രം മുതലാളിമാർ വിളിച്ചു പറഞ്ഞാൽ മതി. ഒരെന്നാലും ഇല്ല, ജോമിയും ടോമിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിക്കാൻ ലാസറിന് കിട്ടുന്ന ഒരു അവസരം ഇത്. ഈ അവസരത്തിൽ നല്ല രീതിയിൽ ലാസർ ഇതൊക്കെ പരിഹരിച്ചു മുതലാളിമാരറിഞ്ഞ ലാസറിന് കിട്ടുന്ന ഗുണങ്ങൾ എന്തായിരിക്കും? അങ്ങനെ ഒരു ഗുണത്തിന് വേണ്ടിയല്ല ലാസറിനോട് പണിയെടുക്കുന്നത്, മുതലാളിമാർ പറയുന്നത് ചെയ്യുക എന്നാണ് ഈ ലാസറിന്റെ ജോലി, മനസ്സിലായോ? ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ ഏൽപ്പിച്ച പണി ഭംഗിയായിട്ട് ചെയ്യാൻ ലാസറിന് ഒരു അവസരം കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. ശരി, ഞാനിപ്പോ എന്ത് ചെയ്യണ്ടേ? വെരി ഗുഡ്. ലാസർ ഒന്നും ചെയ്യണ്ട, ലാസർ ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ആദ്യം അറിയേണ്ടത് അവന്മാരിപ്പോ എവിടെയാന്നാ, അത് ലാസർ വിചാരിച്ച് നടക്കും. ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിട്ട് പോയവന്മാര് ഞാൻ വിളിച്ച എന്തായാലും പോടുത്തിട്ട് അവന്മാർ എവിടെയാണെന്ന് പറയാൻ പോണില്ല. ലാസർ ഒന്ന് വിളിച്ചു നോക്ക്. എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പപ്പമാരൊരു കാര്യം പറഞ്ഞു, അത് പറയാൻ വേണ്ടിയാന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവന്മാര് തിരിച്ചു വിളിച്ചോളൂ. അത് ഞാൻ ചെയ്യാം. പിന്നെന്താ വേണ്ടത്? ഇതിലേറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ അവന്മാർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം. അത് അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നല്ല. വാ തുറന്ന് ഒരു കാര്യം മര്യാദയ്ക്ക് മിണ്ടാൻ താല്പര്യമില്ലാത്തവരാണ് അവന്മാര്. അത് ശരിയാ, അവന്മാരുടെ വായി നമുക്ക് പറ്റിയതൊന്നും നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അതിന് നമുക്ക് ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കണം. തൽക്കാലം അത് വിട്ടേക്ക്. ഏറ്റവും ആദ്യം വേണ്ടത് എത്രയും പെട്ടെന്ന് ഇവന്മാരെ രണ്ടുപേരും നമ്മുടെ ഓഫീസിൽ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ്. ആദ്യം അതിനൊരു പ്ലാൻ വേണം. എന്ത് പ്ലാൻ? ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ. ഐഡിയ. എന്താ ഐഡിയ? നല്ലൊരു കിടിലം പ്ലാൻ പറഞ്ഞു തരാം. ഫോളോ ഫോളോ. എന്തൊക്കെ പറഞ്ഞില്ലേ? വേഗം ആ ഐഡിയ മറന്നു. എന്താ പ്ലാൻ? പറയണല്ലോ. പറ. അതായത് നമ്മളിവിടെ ചെറിയൊരു സീൻ ക്രിയേറ്റ് ചെയ്യണം. ഈ സീൻ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ എന്തോ വലിയൊരു പ്രശ്നം നടക്കാമെന്നും ടോമിയും ജോമിയും ഒരുമിച്ച് വന്നാൽ മാത്രമേ ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നമ്മൾ അവരെ അറിയിക്കണം. അപ്പോൾ അവരോട് പറഞ്ഞെത്തും. അല്ല, അവരോട് പറഞ്ഞെത്താൻ പാകത്തിന് നീ എന്ത് സീനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നേ? അത് സിമ്പിൾ അല്ലേ? ലാസർ രശ്മിനെ കയറി പിടിച്ചെന്ന് പറയും. അനാവശ്യം പറഞ്ഞോ, എന്റെ പേരിൽ ഇതുവരെ ഒരു പെണ്ണേഴ്സില്ല, ഇങ്ങോട്ട് ഉണ്ടാകാൻ എനിക്ക് താല്പര്യമില്ല. നീ ഇത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ട. അവർ വന്നു കഴിയുമ്പോൾ നമ്മൾ സത്യം പറയുമല്ലോ. അതെ അല്ലേ? അങ്ങനെയാണെങ്കിലേ മീനു രശ്മിനെ കയറി പിടിച്ചു എന്നങ്ങ് പറ. അത് വർക്കൗട്ട് ആവില്ലെന്ന്. അയ്യേ, അല്ലെങ്കിൽ ഇവളൊക്കെ എന്നെ കയറി പിടിച്ചെന്ന് പറയുന്നത് എനിക്ക് തന്നെ നാണക്കേടാ. ഒരു മസാല ദശ ഞാൻ കൊതിച്ചിരിക്കും അങ്ങോട്ട് കയറി പിടിക്കാൻ. നിർത്തിക്കേ. അപ്പൊ ഒരാണ് പെണ്ണിനെ കയറി പിടിച്ചു എന്ന് പറയുമ്പോ ഇവിടെ ഒരു കുഴപ്പമില്ല അല്ലേ? പക്ഷെ ഒരു പെണ്ണിനെ കയറി പിടിച്ചു എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഒരു നാണക്കേടല്ലേ? ഓ, ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ചർച്ചയൊക്കെ നമുക്ക് പിന്നെ വിശദമായിട്ട് നടത്താം. ഇപ്പൊ ആവശ്യത്തിലധികം വിഷയം ഇവിടെ ചർച്ച ചെയ്യാനുണ്ടല്ലോ, അത് ആദ്യം പരിഹരിക്കാൻ നോക്കും. ഇനി അവരെ തിരിച്ചുകൊണ്ടുവരാൻ നമ്മൾ എന്താ ചെയ്യാ? നിങ്ങളൊന്നും ചെയ്യണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് ലാസറിന് അറിയാം. അവൻ എന്തായിരിക്കും നമ്മളെ കൂട്ടാതെ ചെയ്യാൻ പോകുന്നത്? എന്തായാലും പോയത് നന്നായി. അതെന്താ?
അല്ല ഇതെന്തെങ്കിലും പണിയാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് അവൻ്റെ തലയിൽ ഇട്ട് കൊടുക്കാമല്ലോ. കഷ്ടം. അല്ല ഈ സ്വഭാവം ജന്മനുള്ളതാണോ? അവരുടനെ തിരിച്ചെത്തും. അതെങ്ങനെ? നീ പറഞ്ഞ സത്യമാണോ? നീ വിളിച്ചപ്പോ തന്നെ അവര് വരുമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് നിങ്ങളോട് വെള്ളം പറയേണ്ട കാര്യമുണ്ട്. അല്ല എന്താ അവരോട് പറഞ്ഞത്? പറയാ ഒന്നോ രണ്ടെണ്ണോ എവിടെ പോയി കിടക്കുമായിരുന്നു? ലാസർ ഇവിടെ അവനാ ടോയ്ലറ്റിലായിട്ടുണ്ട്. സമയം ആ അതെ വരുന്നേ. വരുന്നുണ്ടല്ലോ. പപ്പ എപ്പോ വരും പറഞ്ഞു? നിങ്ങളുടെ രണ്ടുപേരും പപ്പാരൊന്നും വരുമെന്ന് പറഞ്ഞു. പക്ഷെ പപ്പമാർക്ക് വേറെ പ്ലാൻ ഉള്ളതുകൊണ്ടേ വരും മാറ്റി വെച്ചെന്ന് പറഞ്ഞു. ഇത് നീ നേരത്തെ ഇറങ്ങി പിന്നെ എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞോളൂ ലാസറെ. ടെൻഷൻ അടിച്ച മനുഷ്യന്റെ ഊപ്പാട് വന്നടാ വേണ്ടേ. പിന്നെ അവര് ഇപ്പോഴല്ലേ എന്നെ വിളിച്ച് ഈ കാര്യം പറഞ്ഞത്. അപ്പൊ പിന്നെ എങ്ങനെയാ നിങ്ങളുടെ നേരത്തെ പറയും? സത്യം പറ, നീ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞു പപ്പയോട്. നീ എന്റെ കാര്യം വല്ല വിളിച്ചു പറഞ്ഞാലോ നീ. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് പപ്പവരെ എന്നെ ഇവിടെ വിട്ടെന്നുള്ള സത്യം തന്നെ. എന്ന് വെച്ച് ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങൾ ഞാൻ അവിടെ വിളിച്ച് പറയാറൊന്നുമില്ല. ഈ കാര്യത്തിൽ നിന്നെ ഒരു തരി വിശ്വാസമില്ല. എനിക്കും വിശ്വാസമില്ല. ഈ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും ഐക്യം കാണിച്ചല്ലോ, സന്തോഷം. മനസ്സിലായില്ല. അതെ, നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. പിന്നെ എന്തിനാ നിങ്ങൾ രണ്ടുപേരും കൂടി രാവിലെ ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കിയത്? ഇവനെ ഇവിടെ നമ്മൾ പപ്പമാര് നിർത്തിക്കുന്നത് ഇവിടത്തെ കാര്യങ്ങൾ ചൂണ്ടി അവർക്ക് പറഞ്ഞു കൊടുക്കാനാണ്. അതെനിക്ക് മനസ്സിലാവും. നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവന് ചൂണ്ടിക്കൊടുക്കാനാണ് നമ്മളെ ശമ്പളം വാങ്ങണേ. അയ്യോ ഞങ്ങളൊന്നും പറഞ്ഞില്ല. അയ്യോ ഭയങ്കര വിശ്വസനീയം. നിങ്ങൾ പറയാതെ ഈ വെണ്ട എങ്ങനെ അറിഞ്ഞത്? സത്യം പറ. അത് ഞാൻ പറയാം. അത് പിന്നെ ലാസ്റ്റ് രാവിലെ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വന്നപ്പോഴേ ഞങ്ങളിങ്ങനെ പൊതുകാര്യമൊക്കെ സംസാരിച്ച് കൂടെ ഫ്ലോയിലങ്ങ് വന്നു പോയടാ. ഇത് നന്നായിട്ട് വെളുപ്പിക്കുന്നുണ്ടല്ലേ. ഇന്ന് ഞാൻ ഈ ഡോറ പൂജ ഇവിടെ പോകും. ഇപ്പൊ ഞങ്ങളായി കുറ്റക്കാര്. ഒന്ന് നിർത്ത്. ശരി, നിങ്ങൾ തമ്മിൽ എന്താണ് യഥാർത്ഥത്തിൽ പ്രശ്നം? നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ല ലാസറേ. അതെ, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനാണ് മുതലാളിമാരെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണം. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം മുതലാളിമാരെ അറിഞ്ഞാണ്ടല്ലോ, പിന്നെ എന്താ സംഭവിക്കണമെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. എടേ ഇവർ രണ്ടുപേരും നിന്റെ അടുത്ത് എന്താണ് പറഞ്ഞു തന്നേക്കണമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്കിടയിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരു പ്രശ്നമില്ലാണ്ടാണ് രാവിലെ രണ്ടും കൂടെ അടി ഉണ്ടാക്കിയത്. ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പിടിച്ചു മാറ്റിട്ടാണ് ചട്ടേനെ. അപ്പൊ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ തമ്മിൽ തല്ലാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ്. ആ ഇനി അങ്ങനെ തന്നെങ്കിലും നിന്റെ പിടിയൊന്നും ഒരു വലിയ പിടിയൊന്നും അല്ലായിരുന്നു. അതെ, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്കിടയിൽ ഇതുപോലുള്ള പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവും. ഞങ്ങൾ അത് കോംപ്രമൈസ് ചെയ്യും. അതിൽ കാണാത്ത അർത്ഥം നിങ്ങൾ കയറി അങ്ങ് കാണണം. ശരി, വേറെ അർത്ഥമൊന്നും ഞങ്ങൾ കാണില്ല. എനിക്ക് പറ, നിങ്ങൾക്കിടയിൽ എന്താണ് ശരിക്കുള്ള പ്രശ്നം? അതൊന്ന് പറഞ്ഞാൽ നോക്കണം. പറ. അതെ പറ. അത് പറഞ്ഞാ തീരും ഇവിടുത്തെ എല്ലാ അനാവശ്യ ചർച്ചകളും. പറ. പറ. ആ പറ പറ. നീ അക്കൗണ്ടിന് ഫയൽ കൊടുത്തോ? ഞാൻ ഇന്നലെ കൊടുത്തു. ഇന്നലെ എപ്പോ കൊടുത്തു? ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അങ്ങ് കൊടുത്തു. ഫുഡ് കഴിക്കാൻ പോയപ്പോഴും ഞാൻ ഉച്ചയ്ക്ക് നിന്നെ കഴിക്കാൻ വിളിച്ചപ്പോൾ നിനക്ക് വിശപ്പില്ലെന്നല്ലേ പറഞ്ഞത്? ഞാൻ ഓൾറെഡി കഴിച്ചല്ലോ. എപ്പോഴെപ്പോഴും വിശക്കാൻ എനിക്ക് അസുഖമൊന്നുമില്ല. ഉച്ചയ്ക്ക് കഴിച്ച നീ എന്നെ വിളിക്കാത്തത് എന്തിനു വിളിക്കണം? ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എന്നെ എല്ലാം അങ്ങ് ചെയ്യണേ. അങ്ങനെ അല്ല. നീ പറഞ്ഞ ഞാൻ മന്തി കഴിക്കാൻ പോയപ്പോൾ എന്നെ വിളിച്ചാ. ഞാൻ മന്തി കഴിക്കാൻ പോയ കാര്യം നീ എങ്ങനെ അറിഞ്ഞു? നിന്റെ അടുത്തിരുന്ന ഒരു ഓസി മറ്റേ ഫുഡ് ബ്ലോഗർ ഉണ്ടല്ലോ, അവന്റെ അടുത്തിരുന്ന് മറ്റേ എല്ലും കഷ്ണം കാടിച്ച് വരച്ചപ്പോൾ കണ്ടില്ലല്ലേ വീഡിയോയിലൊക്കെ വന്ന് കയറുന്നു. ഓ, അപ്പൊ നീ എൻ്റെ അടുത്ത് പ്രതികാരം ചെയ്തതാണല്ലേ? അതെ, പ്രതികാരം ചെയ്തത് തന്നെയാണ്. നീ എൻ്റെ അടുത്ത് ഇനി എങ്ങനെയൊക്കെ കാണിക്കോ അതേപോലെ തന്നെ ഞാൻ തിരിച്ചു കാണിക്കും. നീ കാണില്ലടാ, നീ കാണില്ല. എടാ നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. ചീപ്പ്. അയ്യോ, നീയും ഇത്രക്കാരനാണെന്ന് ഞാനും വിചാരിച്ചില്ലടാ. ബ്ലഡി ചീപ്പ്. എന്നാ നീ ഇങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് കാണിച്ചാ ഞാൻ അങ്ങനെയൊക്കെ തന്നെ നിന്റെ അടുത്ത് കാണിക്കും. നീ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഞാൻ തിരിച്ച് അങ്ങനെയൊക്കെ തന്നെ കാണിക്കോടാ. എടാ, ഇങ്ങനെ ഒരു സംരംഭം നിന്റെ കൂടെ തുടങ്ങിയതിൽ എനിക്ക് പശ്ചാത്താപം കൊണ്ട് ജോണി. ഓ എടാ, നിന്റെ കൂടെ ഇത് ചെയ്യാൻ പുറപ്പെട്ട എന്നെ പറഞ്ഞാൽ മതി. എനിക്ക് ഏത് നേരത്ത് തോന്നിയൊന്നു. ഈ നശിച്ച സ്വഭാവം കാരണം തന്നെ കഴിഞ്ഞ 7 കമ്പനി കൂട്ടി വീട്ടിയിരുന്നത്. എന്റെ തലയെ കൊണ്ടിടാനുള്ള പ്ലാൻ ആണല്ലേ? എടാ നിന്റെ സ്വഭാവം കാരണമാണ് നമ്മളെ കമ്പനി എല്ലാം പൊട്ടിയത്. ഉടനെ എന്റെ പേരെടുത്ത് അങ്ങ് വലിച്ചെടുത്ത് ഉണ്ടാക്കേണ്ടത്. നീ എന്റെ പേര് ഉണ്ടാക്കുമെങ്കിൽ ഞാൻ നിന്റെ പേര് ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. ഇതേ വൃത്തിയായിട്ട സ്വഭാവം ഞാൻ പണ്ടുതൊട്ടേ കാണുന്ന. നീ ഒരു മാന്യം. ഞാൻ മാന്യം തന്നെ. നിനക്ക് അതിനകത്ത് നല്ല സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ വാടാ കാണിച്ചിട്ടുണ്ടേ. കഷ്ടം. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നമൊക്കെ തീർന്നാ? നമ്മൾ പൂച്ചയ്ക്ക് ഒരു ബിരിയാണി കഴിച്ചപ്പോ തീർന്നു. ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരട്ടെ. അടുത്ത വട്ടെങ്കിലും തല്ലുകൂടുമ്പോൾ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡില്ല എന്തെങ്കിലും വിഷയം തല്ലുകൂടണം പ്ലീസ്. അപേക്ഷയാണ്. മുതലാളിമാര്